എല്ലാവരും സംശയിച്ചതുപോലെ പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് എം.എൽ.എയും പ്രതിക്കൂട്ടിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്ന് അഴിക്കൂട്ടിലേക്ക് പോകുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നു. പിണറായി വിജയൻ എന്ന CPM നേതാവിൻ്റെ വീട് അങ്ങനെ തട്ടിപ്പുകാരുടെ താവളമെന്ന് കേരളം ഒന്നടങ്കം പറഞ്ഞു തുടങ്ങുന്ന നിമിഷം. പിണറായി വിജയനും മകൾ വീണ വിജയനും മകൻ വിവേകുമാണല്ലോ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും കമലേട്ടത്തി അവരുടെ കൂടെ സഞ്ചരിക്കുന്നത് മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചവർക്ക് ഇപ്പോഴിതാ നല്ല ഉഗ്രൻ വാർത്തയാണ് വന്നിരിക്കുന്നത്. കരിമണൽ കമ്പനി എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻ മന്ത്രിയും MLAയും പിണറായി വിജയൻ്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിലേക്കും കടക്കുകയാണ്. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ നല്ല പ്രതീക്ഷയോടെയാണ് മുഹമ്മദ് റിയാസിനെ സ്വന്തം കുടുംബത്തിലേക്ക് പിണറായി വിജയൻ പുതിയാപ്ലയായിട്ട് തെരഞ്ഞെടുത്തത്. അതിനുശേഷമാണ് മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ വീണ തട്ടിപ്പ് കേസ് പ്രതിയായി മാറുന്നത്. മന്ത്രിയുടെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ മകൾ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും SFIയുടെയും വലയിൽ കുടുങ്ങി നിൽക്കുമ്പോൾ ഈ തട്ടിപ്പൊന്നും അച്ഛനും ഭർത്താവും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മലയാളികൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. അവസാനം ED റിയാസിൻ്റെ വീട്ടിലും കയറാൻ പോവുകയാണ്. ഒരിക്കൽ ചോദ്യം ചെയ്തതുമാണ്. റിയാസിൻ്റെ അക്കൗണ്ടുകളും സ്വത്തുക്കളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം നീങ്ങുന്നത്. CMRൽ നിന്ന് വീണയ്ക്ക് ലഭിച്ച പണം റിയാസിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന സംശയം വലിയ രീതിയിൽ EDക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പരിശോധനയും ശക്തമാക്കുന്നത്. അതിലാർക്കും സംശയമില്ലെങ്കിലും തെളിവ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകളാണ്. കക്കാൻ പഠിച്ച ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി കാണില്ല. എങ്കിലും ആടു കിടന്നെടുത്തൊരു പൂടയെങ്കിലും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഉള്ളത്. കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ കമ്പനി കൈപ്പറ്റിയ 2,78,00,000 രൂപയുടെ വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ റിയാസിലേക്കും വ്യാപിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ രാജ്യത്തുണ്ടായ ഇത്തരം എല്ലാ കേസുകളിലും ഭർത്താവ് കുടുങ്ങുമ്പോൾ ഭാര്യയെയും ഭാര്യ കുടുങ്ങുമ്പോൾ ഭർത്താവിനെയും ഒക്കെ ഒന്നിച്ച് റെയ്ഡ് നടത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായുന്ന ഒരാളുടെ മകൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയതിൽ മകളുടെ ഭർത്താവായ മുൻമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതും റെയ്ഡ് നടത്തുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിനർത്ഥം ഇപ്പോൾ റിയാസാണെന്നും അടുത്തത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ED നൽകുന്ന സൂചന. റിയാസിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിൽ കിട്ടിയ പ്രധാന വിവരം റിയാസിനെ പ്രതിസ്ഥാനത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് മുതൽ ഡോളർ കടത്ത് വരെയും ലൈഫ് മിഷൻ മുതൽ മാസപ്പടി വരെയുമുള്ള തട്ടിപ്പ് കേസിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണിപ്പോൾ മലയാളികൾ. അതിൻ്റെ പൂർണ്ണമായൊരു മറുപടിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന പാർട്ടിക്കും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പിണറായി വിജയനും മകളും നാടുനീളെ തട്ടിപ്പ് നടത്തിയപ്പോൾ അതെല്ലാം വേണ്ട എന്ന് പറയാനല്ല റിയാസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് അതിന് കാവൽ നിൽക്കാൻ തന്നെയായിരുന്നു റിയാസ് എത്തിയത്. അതിൻ്റെ തെളിവുകളാണ് EDക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അത് വേണ്ട പോലെ ED കൈകാര്യം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകാലം പിണറായിക്കൊപ്പമായിരുന്നു കേന്ദ്രത്തിൽ ED. അപ്പോൾ റിയാസിൻ്റെ കാര്യവും അവർ വ്യക്തമായി മനസ്സിലാക്കി വച്ചു എന്ന് വേണം പറയാൻ.